ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിക്ക് വിട 5 പതിറ്റാണ്ടിലേറെയായി മലയാളികൾ ഉൾപ്പെടെയുള്ള സംഗീത പ്രേമികൾക്ക് എണ്ണമറ്റ ഗാനങ്ങൾ സമ്മാനിച്ചാണ് പ്രിയപ്പെട്ട ജാനകി അമ്മയുടെ വിടവാങ്ങൽ. ഇന്നലെ മൈസൂരു ബൊഗാദി സെക്കൻഡ് സ്റ്റേജ് നോർത്തിലെ വീട്ടിൽ കുഴഞ്ഞു വീണ ജാനകിയെ ഉച്ചയ്ക്ക് അപ്പോളോ BGS ആശുപത്രിയിലാക്കുകയായിരുന്നു. രാത്രി 7:30 അന്ത്യം. സംസ്കാരം ഇന്ന് മൈസൂരിൽ നടക്കും. രാവിലെ 8 മുതൽ മൈസൂരു മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിലാകും ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, നമുക്കറിയാം പ്രായഭേദമന്യേ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ജാനകിയമ്മ. ജാനകിയമ്മ തന്റെ സ്വരമാധുര്യം കൊണ്ട് പിടിച്ചെടുക്കാത്ത മനസ്സുകളില്ല. രാത്രി ഉറങ്ങുമ്പോഴാണെങ്കിലും രാവിലെ ഉണരുമ്പോഴാവുമ്പോഴും നമ്മൾ കേൾക്കുന്നത് ജാനകിയമ്മയുടെ പ്ലേലിസ്റ്റുകളിൽ ഉൾപ്പെട്ട പാട്ടുകളാണ്. ആ അതുല്യ പ്രതിഭ വിടവാങ്ങുകയാണ്. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകളടക്കം? കാർത്തു അന്തരിച്ച വിഖ്യാത ഗായിക എസ് ജാനകി അമ്മയ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് സംഗീത ലോകം. ഇന്ന് വൈകിട്ടോടെയാണ് മൈസൂരിൽ വെച്ച് ഔദ്യോഗിക ചടങ്ങോട് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് രാവിലെ 9 മണി മുതൽ മൈസൂരിലെ മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും വൈകിട്ട് മൈസൂരിലെ ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നതാണ് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മൈസൂരിൽ തന്നെ സംസ്കരിക്കണമെന്ന് എസ് ജാനകി അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു എന്നതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വൈകിട്ടോടെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി മൈസൂരിലെ ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. കാർത്തു പറഞ്ഞ പോലെ തന്നെ തലമുറകളെ, അത് താരാട്ടുപാട്ട് ആയാലും ഗാനമായാലും വിവിധ മനുഷ്യൻ്റെ വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി ഗാനങ്ങളാണ് എസ് ജാനകി അമ്മയുടെ സ്വരമാധുരിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. 17 ഭാഷകളിലായി ജാനകി അമ്മ പാടിയിട്ടുണ്ട് എന്നതാണ്. ആന്ധ്രാപ്രദേശിൽ ജനിച്ചെങ്കിലും മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷ അടക്കം 17 ഭാഷയിലധികം ഭാഷകളിലായി 40,000-ലധികം പാട്ടുകളാണ് എസ് ജാനകി അമ്മ ഈ സംഗീത ലോകത്ത് നൽകിയ സംഭാവന എന്ന് പറയുന്നത്. മലയാളത്തിൽ തന്നെ എണ്ണം പറയുന്ന നിരവധി താരാട്ട് പാട്ടുകളും നിരവധി ഗാനങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തമിഴിലടക്കം നിരവധി ഗാനങ്ങളായിരുന്നു എസ് ജാനകി അമ്മ സംഗീത ലോകത്തിന് നൽകിയിട്ടുള്ളത്. 1957 ജാനകി അമ്മയുടെ 19-ാം വയസ്സിൽ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഗാനരംഗത്തേക്ക് എത്തിയത്. ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. തെലുങ്ക് ചിത്രമായ MLA അവസരം ലഭിച്ചതിന് ശേഷമാണ് ജാനകി അമ്മ ഇത്രത്തോളം ജനപ്രീതി നേടുന്നത് എന്നതാണ്. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് എസ് ജാനകി അമ്മ ജനിച്ചത്. 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. തുടർന്ന് 10-ാം വയസ്സിൽ പൈതി സ്വാമിയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീത പഠനം ആരംഭിക്കുന്നു. പിൽക്കാലത്ത് സംഗീത പഠനത്തിനായി മദ്രാസിൽ എത്തുന്നു. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതോടെയാണ് എസ് ജാനകി എന്ന പേര് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. വൈകാതെ തന്നെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിക്കുന്നു. അങ്ങനെ 1957 തൻ്റെ 19-ാം വയസ്സിൽ എസ് ജാനകി അമ്മ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നു. തുടർന്ന് 40,000-ലധികം പാട്ടുകൾ ഇന്ത്യൻ സംഗീത ലോകത്തേക്കും അല്ലെങ്കിൽ സംഗീത ലോകത്തേക്കും നൽകുന്നു. എന്നാലും വലിയൊരു വിഖ്യാത ഗായിക തന്നെയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അതിൽ വിഖ്യാത ഗായികക്ക് ഔദ്യോഗിക ബഹുമതികളോടുകൂടി വിട നൽകാൻ ഒരുങ്ങിയാണ് സംഗീത ലോകം. മൈസൂരിലാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. 9 മണി മുതൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മൈസൂരിൽ തന്നെ സംസ്കരിക്കണമെന്ന എസ് ജാനകി അമ്മയുടെ അന്ത്യാഭിലാഷമാണ്. അതുകൊണ്ടാണ് മൈസൂരിലെ ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ സംസ്കാര ചടങ്ങ് നടക്കുക എന്നാണ്
കുടുംബം നൽകുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിടവാങ്ങൽ തന്നെയാണ്, അല്ലെങ്കിൽ ഓർമ്മയാവുക തന്നെയാണ് എസ് ജാനകി എന്ന വിഖ്യാത പിന്നണി ഗായിക. 40,000-ലധികം പാട്ടുകൾ, 17 ഭാഷയിലായി 40,000-ലധികം പാട്ടുകൾ, അതിൽ തന്നെ വിവിധ താരാട്ട് പാട്ടുകളും മനുഷ്യൻ്റെ വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി ഗാനങ്ങളുമായിരുന്നു എസ് ജാനകി അമ്മ സംഗീത ലോകത്ത് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എല്ലാം നടക്കാൻ പോകുന്നത്. കാർത്തു.